ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ മോള് ചെയ്ത ജേണൽ ബുക്കാണ് കേട്ടോ. ഞാൻ ചെയ്ത ജേണലല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എൻ്റെ മോള് കഴിഞ്ഞ വർഷം ഇങ്ങനെ സമയം കിട്ടുന്ന സമയത്ത് ഇരുന്ന് ചെയ്ത ജേണലാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ബുക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. ജേണലൊന്നും ചെയ്യുന്നില്ല. കാരണം അവൾ 10ലാണ് ഇപ്പോൾ പഠിക്കുന്നത്. 10ാം ക്ലാസ്സിൽ കയറിയോട് കൂടിയിട്ട് ഈ ഒരു ബുക്കൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ SSLC എക്സാം കഴിഞ്ഞ ശേഷം എടുക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് ഇത് മാറ്റി വെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ശ്രദ്ധ പോകണ്ടല്ലോ. അപ്പം ഇപ്പോൾ ആ പഠിത്തത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഇപ്പോൾ ആ ഒരു രീതിയിൽ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാനിതെടുത്ത് ജസ്റ്റ് തുറന്ന് നോക്കി. അപ്പോൾ എനിക്കിത് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നിയിട്ടോ. കാരണം അവളുടെ കഴിവും കൂടി ഒന്ന് കാണണമല്ലോ. പിന്നെ ഇതെൻ്റെ മൂത്ത മോളുടെ ചാനൽ ബുക്കാണ്. രണ്ടാമത്തെ മോളുടെ ചാനൽ ബുക്ക് കൂടി ഉണ്ട് കേട്ടോ. അവള് 2ലാണ് പഠിക്കുന്നത്. അപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് അവൾ ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഇത് കുറച്ച് നാളായിട്ട് അവളൊന്നും ചെയ്യുന്നില്ല. കാരണം പഠിക്കാനായിട്ട് കുറച്ചും കൂടി കൂടുതലായി തുടങ്ങി. സമയം ഇങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോൾ പിന്നെ അതൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. വെക്കേഷനോ അല്ലെങ്കിൽ വല്ല ഒഴിവുള്ള ദിവസങ്ങൾ, ശനി ഞായർ അങ്ങനെയുള്ള ദിവസത്തേക്കായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചില ജേണലൊക്കെ കാണുമ്പോൾ ഞാൻ ചെയ്യുന്നതിനേക്കാളും ഭംഗിയിൽ അവളത് ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയോ അവൾക്ക് അതിൻ്റെ ഒരു ഐഡിയാസൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം 9ൽ പഠിക്കുന്ന സമയത്ത് അവളുടെ ടീച്ചറുടെ കയ്യിൽ ഈ ബുക്കൊന്ന് കിട്ടിയിരുന്നു. അപ്പോൾ അവളുടെ ടീച്ചർ ഇത് നോക്കിയിട്ട് പറഞ്ഞു, നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് കേട്ടോ അവൾക്ക് എന്ന് ടീച്ചർ എന്നോട് പറഞ്ഞിരുന്നു. നല്ലതാണ്, പിന്നെ പഠിക്കാൻ ഉള്ള സമയത്ത് പഠിക്കണം, ഇത് ചെയ്തിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു പേജ് മാത്രം ജേണലല്ല, എൻ്റെ ഒരു ഡയറി കുറിപ്പാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. കാരണം അവൾ ഡയറി ഒന്നും എഴുതാറില്ല. അപ്പോൾ ഡയറി പോലെ സൂക്ഷിച്ചു വെക്കുന്ന ജേണൽ ബുക്ക് ആയത് കാരണം ഇതിൽ അത് ചെയ്തു. കാരണം ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. ഇത് ഞങ്ങൾക്കൊരു തീരാ നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് അവളത് ചെയ്തു വെച്ചതാണ് കേട്ടോ. ആ ഒരു ഡയറി കുറിപ്പിന് ശേഷം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വെക്കേഷൻ കിട്ടിയ സമയത്താണ് പിന്നെ ഇവിടുന്ന് തുടങ്ങിയിട്ടുള്ള ജേണൽ ചെയ്തത് കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല, പഠിക്കാനുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ തലയിൽ. അപ്പോൾ പിന്നെ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് മുന്നേ ചെയ്തതിലും ഭംഗിയായിട്ട് കുറച്ച് ഐഡിയാസൊക്കെ വന്നു എന്ന് എനിക്ക് ഈ ഒരു ജേണൽ, ഈ 2 ബുക്കല്ല, ഈ 2 പേജ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടോ. വളരെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇത് കുറച്ച് സമയം കൂടുതൽ ഇത് ഫോക്കസ് ചെയ്തേക്കണേ. പിന്നെ ഒരു മിഠായി കടലാസ് കിട്ടിയാലും അത് ജേണൽ ചെയ്യാന്നും പറഞ്ഞ് എടുത്തു വെക്കുന്ന ആളാണ്. അപ്പൊ അതുപോലെ എടുത്തു വെച്ചാൽ ഡയറി മിൽക്ക്, അതുപോലെ അപ്പുറത്ത് കണ്ടില്ലേ ഒരു പിങ്കും ഗോൾഡനും, അതൊക്കെ ആ മിഠായി കടലാസാണ് കേട്ടോ. പിന്നെയുള്ള ജേണലൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂട്ടായിട്ട് ഇരുന്ന് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കസിൻസ് ഒക്കെ വരുമ്പം അവരുടെ ഒപ്പം ഇരുന്ന് ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ജേണൽ ചെയ്യാറുണ്ട്. അപ്പൊ എല്ലാവരും ഈ ജേണലിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ. അവർക്കൊരു ഡയറി ഉണ്ട്. പിന്നെ കുറേ ഇങ്ങനെ സപ്ലൈസ് അല്ല, ഇതുപോലെയുള്ള എടുത്തു വെക്കുന്ന സാധനങ്ങളാണ് കേട്ടോ കൂടുതൽ. കുറച്ച് പ്രിന്റ് അടിച്ചിട്ടുള്ളതുണ്ട്. പിന്നെ ഇതൊക്കെ കളറിങ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് ഒട്ടിച്ച് നല്ല ഭംഗിയുള്ളതൊക്കെ നോക്കി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ജേണൽ ബുക്കിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൽബം പോലെ ഇത് സൂക്ഷിക്കാമല്ലോ. അപ്പോൾ ഇത് അവളുടെ ഒരു ആൽബം കൂടിയാണ് കേട്ടോ. അങ്ങനെ ഒരു ജേണൽ ബുക്കിനെ ഡയറി ആക്കി, ആൽബം ആക്കി, ജേണൽ ബുക്ക് ആക്കി, അങ്ങനെ എത്ര തരത്തിലാണ് കേട്ടോ അവൾ അത് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ കസിൻസിന്റെ കൂടെ ഇരുന്ന് ചെയ്തിട്ടുള്ളതാണ്. ഈ കളിക്കുടുക്കയിലൊക്കെ വരുന്ന പിക്ചറുകളില്ലേ, അതൊക്കെ വെട്ടി ഒട്ടിച്ചിട്ടുള്ളതാണ് കേട്ടോ അത്. ഇതാണ് ലാസ്റ്റ് ചെയ്ത് ജേണൽ കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് പറയണേ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.